സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് തിരിതെളിഞ്ഞു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണം വാരാഘോഷത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിനാകെ മാതൃക സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയണമെന്നും ആഘോഷങ്ങളെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമായി ചുരുക്കാനുള്ള ശ്രമം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനും ഓണത്തിന്റെയും ഒരുമയുടെയും സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ്, തമിഴ് നടൻ രവി മോഹൻ എന്നിവർ മുഖ്യാതിഥികളായി. സെപ്റ്റംബർ 9 വരെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം. വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും നേർക്കണ്ണാടിയാണ് ഓണമെന്നും നവകേരള സങ്കല്പം പഴയ ഓണസങ്കല്പത്തേക്കാൾ ഐശ്വര്യസമൃദ്ധമായ പുതുകേരളത്തെ സൃഷ്ടിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. നാടിന്റെ ഐക്യത്തിന് മുന്നിൽ ഒന്നും സാധ്യമല്ലെന്നും രാജ്യത്തിനാകെ മാതൃക സൃഷ്ടിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഘോഷങ്ങളെ പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമായി ചുരുക്കാനുള്ള ശ്രമം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനും ഓണത്തിന്റെയും ഒരുമയുടെയും സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ എല്ലാവർക്കും കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാവേലിയുടെ ക്ഷേമസങ്കല്പത്തോട് ചേർന്നു നിൽക്കുന്നതാണ് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത്തരം പ്രതിലോമ ചിന്തകൾക്കെതിരെയുള്ള അതിവിപുലമായ മാനസിക ഐക്യം രൂപപ്പെടാൻ കൂടി ഉതകുന്നതാകണം നമ്മുടെ ഓരോ ആഘോഷവും. ഇത്തവണത്തെ ഓണാഘോഷം പ്രത്യേകിച്ചു ക്ഷേമ പദ്ധതികൾ അർഹരായവർക്ക് എത്തുമ്പോൾ, വികസന പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തുമ്പോൾ അവരുടെയെല്ലാം മുഖത്ത് വിരിയുന്ന പുഞ്ചിരി, അതാണ് നമ്മുടെ നാടിന് തന്നെ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം. കഴിഞ്ഞ ദിവസം ആഘോഷങ്ങളെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേത് മാത്രമായി ചുരുക്കുന്നതിനുള്ള ശ്രമം ചിലർ നടത്തുന്നുണ്ട്. അത് നാം പ്രത്യേകം തിരിച്ചറിയണം. ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് ഓണക്കോടി സമ്മാനിച്ചു. നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ്, തമിഴ് നടൻ രവി മോഹൻ എന്നിവർ പരിപാടിയിലെ മുഖ്യാതിഥികളായി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.